പാട്ടിന്റെ വിസ്മയ വിരുന്നിന് അഴകുമായി പ്രിയപ്പെട്ട ആദിത്യൻ എത്തുന്നു. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. We are very proud of Aditya. ഈ പാട്ടുകാരനെ എല്ലാ പാട്ടുകാരും പൂജിക്കും. ഓനിന്ന് പാടിയത് അതിഗംഭീര excellent performance. ഒരിക്കലും നിലയ്ക്കാത്ത വേണുഗാനമാണിവർ.
ജിമ്മിനൊക്കെ പോയി തുടങ്ങിയ ഇതിനും പൊക്കം വെച്ചൂടെ? പിള്ളേർ പൊക്കം വെച്ചു. നേരത്തെ സീതക്കുട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു പൊക്കം വെച്ചോടാ. അതെ വെച്ചിട്ടുണ്ട്. കുറച്ച് മസലും വെച്ചിട്ടുണ്ടോ കയ്യില്? അത് ഉടുപ്പിന്റെ കൈ ചെറുതാണ്. ആണോ? അറിവ് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. മസൽ പുറത്തിയാടിയതാണ്. ഓക്കെ, ഏതാണ് പാട്ട്? ഞാനെന്ന് ഔസേപ്പച്ചൻ സാർ റൗണ്ടിൽ മൗനം സ്വരമായിരുന്നു. വാട്ട് ഇസ് സോങ്? ഔസേപ്പച്ചൻ ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഔസേപ്പച്ചൻ ചേട്ടന്റെ ഈ റൗണ്ട് എന്നുള്ളത്. ഔസേപ്പച്ചൻ ചേട്ടൻ എല്ലാ കാലത്തും നമുക്ക് ഏറ്റവും മികച്ച ഗാനങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും തന്നിട്ടുള്ള അതുല്യനായിട്ടുള്ള സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ ചേട്ടന്. നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം. നമുക്ക് ഔസേപ്പച്ചൻ ചേട്ടനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയോതി ദൂരെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ നീലവരാവിൻ ശ്രുതി ചേർന്ന വിണ്ണിൻ മൃദുരവമായി നിൻ ലയമഞ്ജരി ആ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ ആത്മാവിലെ പൂങ്കോടിയിൽ വൈഡൂര്യമായി വീണു നീ അനന്തനിലാവിൻ മുടി കോതി നിൽക്കേ പാർവതിയായി നീ എന്നോമനെ ആ മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ
ആദിത്യക്കുട്ടാ, ഈ ശബ്ദം മാറുന്നതിന്റെ ആ ബുദ്ധിമുട്ട് ഒഴിച്ചാൽ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കി വളരെ നന്നായിട്ട് പാടി. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പല്ലവിയിലൊക്കെ കുറച്ച് ആരോ സാന്ത്വനമായി, മുരളിക യൂതി, അത് അവിടേക്ക് ഒന്ന് പാടാമോ ജസ്റ്റ്? ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ. ഫസ്റ്റ് പല്ലവിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. മുരളിക യൂതി പാടി. മുരളികയോതി ദൂരെ. ഫസ്റ്റ് പല്ലവിയിലത്തെ പെർഫെക്റ്റ് ആയില്ല. പിന്നെ ആ അനുപല്ലവിയിലെ ഹമ്മിങ് ഇല്ലേ, അത് നീരവരാവിൻ ശ്രുതി ചേർന്ന വിണ്ണിൻ മൃദുരവമായി നിൻ ലയമഞ്ജരി. കറക്റ്റായി. ആ ഒന്നുകൂടി പെർഫെക്റ്റ് ആവാനുണ്ട്. ഇത് ചരണത്തിൽ പാടിയപ്പോൾ നന്നായിരുന്നു, ബെറ്റർ ആയിരുന്നു. ഫസ്റ്റ് അനുപല്ലവിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. ഇപ്പോൾ വീണ്ടും പാടിപ്പിച്ചപ്പോൾ ചെറുതായിട്ട് ശരിയായി വന്നു. ബാക്കി പ്രശ്നം, പല നല്ല ഭാഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നല്ല ഫീല് കൊടുത്ത് പാടിയിരുന്നു. ഈ ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തേതിലും വളരെ നന്നായിട്ട് ഈ പാട്ട് പാടിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, വളരെ നന്നായിട്ട് തന്നെ പാടി ആദിത്യ. ഈ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് രാജസാർ മ്യൂസിക് ചെയ്ത കവിത ഞാൻ എഴുതുവേൻ കാറ്റിൽ നാനേ. ഉൻ പാർവയിൽ ഓരായിരം കവിത ഞാൻ എഴുതുവേൻ കാറ്റിൽ നാനേ. നിലം ഉன்னை நினைக்கிறேன், நினைவினாலே அணைக்கிறேன். உன் பார்வையில் ஓராயிரம் എഴുതുവേൻ കാറ്റിൽ നാനേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പാട്ട്. സൂപ്പർ. എന്തായാലും ആദിത്യ വളരെ നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ശബ്ദം മാറുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെക്കാളും. ശബ്ദം കുറച്ചും കൂടി ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നല്ലൊരു ശബ്ദത്തിലേക്ക് ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ശബ്ദം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ആദിത്യകുമാര, ഇന്ന് ടെൻഷനുണ്ടോ? അത്രയില്ലേ, ഇച്ചിരി കൂടെ കുറച്ചുകൂടെ ഉണ്ടല്ലേ ടെൻഷൻ? അതിൽ ഇച്ചിരി കൂടെ കുറച്ച്. അപ്പോൾ എനിക്ക് ആദിത്യകുമാറിന് ടെൻഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ അറിയാൻ പറ്റും. ഉടനെ എനിക്ക് ആ ഫ്രീക്വൻസി കിട്ടും. ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ ശബ്ദം ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലേ എന്നുള്ള പ്രശ്നമാണ്. എവിടെയെങ്കിലും പാളിപ്പോവോ അല്ലേ? എവിടെയെങ്കിലും നമ്മൾ വിചാരിക്കാതെ മേളിലൊക്കെ പാടുമ്പോഴത്തേക്കും ടച്ച് ചെയ്യാൻ സാരി ഒക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ടെൻഷനുണ്ട് അല്ലേ? അത് പാട്ടിൽ ധരിക്കാനുണ്ടായിരുന്നു. ടെൻഷൻ വേണ്ട. മനസ്സിലായവിടെ? ആ, അനുപല്ലി ഒന്ന് പാടി. അറിയാതെ തെളിവേ തെളിവേ അവിടെ തെളിവേ, അത് കുറച്ച് വേവി ആയിട്ട് പാടും. തെളിവേനലിൽ വേനലിൽ കുളിർമാരിയായി പെയ്തു നീ. ഇതിപ്പോ നമ്മള് കുളിർമാരിയായി പെയ്തു നീന്നല്ലേ? ആ നീല് നമ്മൾ ആ ഭാവം കൊടുത്താൽ മാത്രമേ ആ കുളിർമാരിയാവുള്ളൂ. പഠിക്ക. പെയ്തു നീ നീരവരാവിൻ. അവിടെയൊക്കെ ഭയങ്കര നീരവരാവിൻ ശ്രുതി ചേർന്ന വിണ്ണിൻ
അത് മൃദുരവമായി നീ അല്ലേ മൃദുരവമായി മൃദുരവമായി നിൻ ലയമഞ്ജരി. അതുപോലെ ഇതില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് അതിനൊരു സ്വിംഗ് ഉണ്ട്. നമ്മൾ ഈ പാട്ട് കഴിഞ്ഞാലും അത് നമ്മുടെ കൂടെ പോരണം. ഇത് കേൾക്കുന്ന ഓഡിയൻസ് ഇത് കഴിയുമ്പോഴത്തേക്കും വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ മൂളലുണ്ടാവണം ആ പാട്ടിന്റെ ട്യൂൺ എന്ന് പാടാൻ തോന്നിക്കണം. അപ്പൊ അതിനെ കുറച്ചും കൂടെ നീ സ്നേഹിക്കണം. കുറച്ചുകൂടെ റിതമിക്കായിട്ട് പാടും. അതാണ്. അതുപോലെ മൗനം സ്വരമായതാണ്. ആ മൗനം എന്നുള്ളത് എന്നുള്ളത് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയാൽ നന്നായിരിക്കും. പാടിക്കേ. മൗനം. അവിടെ ഇപ്പൊ ബേസ് കിട്ടാണ് മൗ എന്ന് പാടുന്നത്. അത് വേണ്ട. മൗനം മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം സ്വപ്നം മലരാ. അപ്പൊ അത് മൗനവും സ്വപ്നവും ഒക്കെ ആയിട്ട് മനസ്സിലായോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ധ്വനിപ്പിക്കാൻ സാധിക്കും. ആ ധ്വനിയെ മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ കലാകാരൻ, യഥാർത്ഥ പാട്ടുകാരൻ. ആ പാട്ടുകാരന് വേണ്ട എല്ലാ കഴിവുകളും ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ആദിത്യകുമാരൻ്റെ കൂടെ. അതൊന്ന് എല്ലാം കൂടെ കറക്റ്റാക്കി എടുത്താൽ മതി. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ആദിത്യൻ. You are being selected to the quarterfinals of Flowers Top Singer Season 1. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി വെള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതൊരു ഈ ഒരു സ്ഥിതിയിലാണ്, ആ ഒരു വോയിസ് ചേഞ്ച് പ്രോസസ്സിലാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ആ ഭാവം വളരെ ഇഷ്ടപ്പെട്ടു. ആ പാടിയത് വളരെ മനോഹരമായിരുന്നു. ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ എസ്പെഷ്യലി കുറച്ചുകൂടി ഫീലിംഗ് ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നി. ആ തുടക്കത്തിൽ എൻജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വാക്കുകൾ പറയുന്ന രീതിയല്ലേ, ഇത് വളരെ സോഫ്റ്റ് സോങ് ആണ്. സോ അറ്റാക്ക് അല്ലാതെ ഒരു അറ്റാക്കോടി ഫസ്റ്റ് വാക്ക് പറയാതെ അങ്ങനെ കുറച്ച് സോഫ്റ്റായി അത് പറയുമ്പോൾ അത് തന്നെ ഒരു ബ്യൂട്ടിയാണ്. അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ ശബ്ദം കിട്ടുന്നില്ല എന്ന് വേണ്ടി ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നു ചില വാക്കുകൾ. അതൊന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ കൂടുതൽ ഇവർ പറഞ്ഞ തന്നെയാണ്. ബാക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പാടിയ ഈ ലാസ്റ്റ് സംഗതി. അത് കുറച്ചുകൂടി ഒന്ന് ഉൾക്കൊണ്ട് പാടാം. ബാക്കി അല്ലാതെ അതിന്റെ ലാസ്റ്റ് സംഗതിന്റെ അത് കുറെ രണ്ടാമത് പ്രാവശ്യം പാടിയപ്പോൾ അത് എൻഡ് വരെ പാടി അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഡൈനാമിക്സ് ഒക്കെ ചെയ്ത് നിർത്തി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും പറയാനേ ഇല്ല അത്. പക്ഷെ ആദിത്യന്റെ ഈ വോയിസ് കുറച്ചുകൂടി മാറി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പാട്ടുകാരാവും, അതിൽ യാതൊരു സംശയമില്ല. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീയിങ് ഇൻ ദ ക്വാർട്ടർ ഫൈനൽസ്. ആദിത്യോ, സുഖമല്ലേ? സൗണ്ടൊക്കെ മാറി വരുന്നു അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കുന്നത് നിന്റെ സൗണ്ട് മാറി കഴിയുമ്പോൾ ഉള്ള നിന്റെ ആ ബ്യൂട്ടിഫുൾ വോയിസ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഭയങ്കര നല്ലൊരു വോയിസ് ആയിരിക്കും നിനക്ക് കിട്ടുന്നത് കേട്ടോ. അത് കാത്തു സൂക്ഷിക്കുക. പിന്നെ ജയൻചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ചെറിയ സംഭവങ്ങൾ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ചെറിയ കുഞ്ഞ് നുണുക്ക് ടച്ചസ്, നുണുക്ക് സംഭവങ്ങൾ ഭയങ്കര ഭംഗി, ഇതേപോലത്തെ പാട്ടുകൾക്ക് ഭയങ്കര ഭംഗി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നി ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടെ ആവാം എന്ന് തോന്നി. എനിക്ക് ഒരു അല്ലേ, എനിക്കൊരു ഡെഫിനിഷൻ എനിക്ക് കുറച്ചുകൂടെ, ചില സംഗതികളുടെ ഡെഫിനിഷൻ കുറച്ചുകൂടെ ഒന്ന് കൃത്യമാവാം. വിധുവിനൊരു ഗൈഡ് ഉണ്ട്. കാരണം ആ വാക്ക് പറഞ്ഞു ഡെഫിനിഷൻ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ഡെഫിനിഷൻ ആണ്. വിധു, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആ പാട്ട്. കാരണം ഈ പാട്ടൊക്കെ നമ്മളുടെ മനസ്സിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന പാട്ടാണ്, അലിഞ്ഞു പോയ പാട്ടാണ്. അപ്പം ഓരോ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയാം. ആ പാട്ട് നൂറിൽ കൂടുതൽ പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടുകളാണ്, ധാരാളം സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പം ചെറിയ സംഭവങ്ങൾ വരെ നമുക്കറിയാൻ പറ്റും. ഡെഫിനേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. നിന്റെ മനസ്സിവിടെ അല്ലല്ലോ. എനിക്ക് അപ്പൊ പൊക്കി ഞാൻ, എനിക്കറിയാം നീ വേറെ എവിടെയോ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? സത്യം പറടാ. അങ്ങോട്ട് നോക്കിയ അങ്ങനെ നോക്കണ്ട, എന്റെ മുഖത്തോട്ട് നോക്കണം നീ. ഞാൻ പറയുമ്പോ അവൻ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വേറെ നമ്മളിങ്ങനെ പറയാൻ നേരത്ത് അവൻ ചിലപ്പോൾ അവൻ ശരിയാക്കേണ്ട കാര്യങ്ങളായിരിക്കും മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ പല ചിന്തകളിൽ
നീ ചിന്തിച്ച് പോയ കഥയൊക്കെ എനിക്കറിയാം പല സ്ഥലങ്ങളിലും, അല്ലേ? അച്ഛനും അമ്മയൊക്കെ എന്നിട്ട് അവസാനം തിരക്കി പിടിച്ച് പോയ കഥകളൊക്കെ എനിക്കറിയാം. പറയണോ ഞാൻ? വേണ്ട ഒരെണ്ണം? വേണ്ട. അല്ലേ, ശരി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡെഫിനിഷൻ, പിന്നെ സൗണ്ട് മാറുന്നതിനെ കുറിച്ച്, വോയിസ് മാറുന്നതിനെ കുറിച്ച് അതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. അത് മാറും, നല്ല വോയിസ് വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു സർ. അപ്പോൾ ക്വാർട്ടർ ഫൈനൽസിൽ നമുക്ക് തരാനുള്ള സ്പെഷ്യൽ ടിപ്പ് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ വിധുമാമൻ സംസാരിച്ചത്. നമ്പർ 1, ഈ വോയിസ് മാറ്റത്തിനെ കുറിച്ച് ബോധേഡാവരുത് ഇനിയത്തെ പെർഫോമൻസസിൽ. അതിനനുസരിച്ചുള്ള സോങ് സെലക്ഷൻസുമായിട്ട് മുന്നോട്ട് വരിക. രണ്ടാമത്, നമ്പർ 2, ഫൈനർ പോയിന്റ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ഡെഫിനിഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ വിധു പറഞ്ഞ പോലെ അപ്പോൾ ഒരു പാട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം പഠിക്കണം എന്നർത്ഥം. അപ്പോൾ ആ പഠനം ഉണ്ടാവട്ടെ. കാരണം എന്താ, ആദിത്യൻ ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഫസ്റ്റ് സീസണിലെ ക്വാർട്ടർ ഫൈനലിലാണ് എത്തി നിൽക്കുന്നത്. ആദിത്യനെ പറ്റി വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഈ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. ഇല്ല. ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെല്ലാവരും, അത് മറക്കരുത്. ഓക്കെ. ഇപ്പോൾ ഈയിടെ ഞാൻ വടകരയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ അതിനിടയിൽ ഒരു പെട്രോൾ പമ്പിൽ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കയറിയപ്പോൾ അവിടെ പെട്രോൾ അടിക്കാനായിട്ട് നിൽക്കുന്ന ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ അവർ വന്നിട്ട് ഉടനെ എൻ്റെ അടുത്ത് കൂടിയിട്ട് അവർ ഇങ്ങനെ ടോപ്പ് സിംഗറിനെ പറ്റി വളരെയധികം വാചാലം അവരിവിടെ കാണാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്ലവർ ചാനലിലെ ടോപ്പ് സിംഗറാണ്. എല്ലാ കുട്ടികളും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനൊന്നും മെച്ചമല്ലോ. പിന്നെ ജഡ്ജസ് വരാന്ന് വെച്ചാൽ പറയുകയും വേണ്ട. കുട്ടികളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ജഡ്ജസ് വരെ. എല്ലാവരെയും സംഭവം ആർക്കും ഒരു വിഷമം തോന്നൂല. അത് ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. സാറിന് കാണാൻ കഴിഞ്ഞത് ഭയങ്കര കണ്ടോ, നാട്ടുപുറത്താണെങ്കിലും നമ്മുടെ നഗരത്തിലാണെങ്കിലും ഈ ലോകത്തെവിടെയാണെങ്കിലും മലയാളിക്ക് ഹൃദയത്തിൽ ഇപ്പോൾ വച്ചിരിക്കുന്ന ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിൽ ആദിത്യൻ ഈ 22 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ്, അത് മറക്കണം. ഓക്കെ. സോ ആദിത്യൻ ഈസ് ഗോയിങ് ടു ബി awarded a double wow today. അടി ആദിത്യകുമാറിനൊരു വെള്ളിമൂങ്ങപ്പൂക്കുറ്റി. So Adityan is awarded a double wow. Wow! Wow! Thank you, Aditya.